നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അർജുൻ, അനാവശ്യം പറയരുത്. നിങ്ങൾക്കൊക്കെ എന്ത് അനാവശ്യം വേണമെങ്കിലും കാണിക്കാം, പറയാം. പക്ഷെ ഞങ്ങളൊന്നും പറയാൻ പാടില്ല, അല്ലേ? ആക്സിഡന്റിന് ശേഷം പൂജയ്ക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഈ വീട്ടിൽ പറഞ്ഞു പരത്തിയത് അങ്കിളല്ലേ? അവളുടെ ശബ്ദം ശരിയല്ല, ഒപ്പ് ശരിയല്ല. ബാങ്കിൽ വരെ പോയിട്ട് അങ്കിള് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയില്ലേ? എന്നിട്ടിപ്പോ എന്തായി? ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ അവസാനം കണ്ടെത്തിയ മാർഗമാണമേത്. എനിക്ക് മനസ്സിലായി മക്കളെ. എന്നെ നമ്മുടെ കുടുംബത്തെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കണം. അതിനുവേണ്ടി മധു ആലോചിച്ചുണ്ടാക്കുന്ന വഴികളാ ഇതൊക്കെ. ചേച്ചി, ദൈവദോഷം പറയരുത്. ഓ, നീ കാണിക്കുന്നതല്ലേ മധു ദൈവദോഷം? ഇവര് ഹണിമൂണ് പോകുന്നതിന് മുമ്പ് നീ ഇവരോട് സ്നേഹം കാണിച്ചതൊക്കെ വെറും കാപട്യമായിരുന്നല്ലേ? ഇനി ഒരു കാര്യം കൂടി നീ പറഞ്ഞാ മതി. എന്റെ മോനും മോൾക്കും ഉണ്ടായ അപകടത്തില് എന്തായിരുന്നു നിന്റെ പങ്ക്? അതുകൂടി പറ. ചേച്ചി, ഇത്രയ്ക്ക് പകയും ദേഷ്യവും എന്നോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. വസന്തടാ, പോ. മോളെ, എന്തൊരു വിധിയായത് മോളെ. ഈ അമ്മയെ പോലെ തന്നെ ആയല്ലോ നീ. ആരോടെങ്കിലും നിനക്ക് ഇഷ്ടമോ അടുപ്പമോ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ലല്ലോ. ഈശ്വര, കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ ആളുകൾ മുഴുവൻ എന്റെ മോളെ പരിഹസിക്കുകയുള്ളൂ. ഇങ്ങനൊരു ഗതി എന്റെ കുട്ടിക്ക് വന്നല്ലോ ഭഗവാനെ. അമ്മ, അഭിജിത്ത് മറ്റും പറഞ്ഞ പോലെ ഒരു മോശം പെണ്ണായിരിക്കോ ഞാൻ? അതിന്റെ സമ്മാനായിരിക്കോ ഈ കുഞ്ഞ്? അങ്ങനൊന്നും പറയില്ലേ മോളെ. നിനക്കൊരിക്കലും മോശം പെൺകുട്ടിയാവാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെയൊന്നും ആളുകളോട് പെരുമാറാൻ കഴിയില്ല. ഏത് പെൺകുട്ടിയുടെയും ജീവിതത്തിലെ പ്രധാന ചോദ്യം ഞാൻ നേരിടാൻ പോകുന്നത്. അതിനു മുമ്പിൽ എന്റെ ഇന്നലകൾ അറിയില്ലായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ അമ്മേ? എനിക്കത് കണ്ടുപിടിക്കണം. എല്ലാവരും പറയുന്നത് പോലെ ഒരു മോശം ജീവിതകാലത്തിന്റെ ബാക്കിയാണ് എന്റെ വയറ്റിൽ വളരുന്നതെങ്കിൽ ഈ വീട്ടിൽ അമ്മയോടൊപ്പം ജീവിക്കാൻ അർഹതയുള്ളവളല്ല ഞാൻ. മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. മോക്കൊരിക്കലും അങ്ങനെ ഒരു കുട്ടിയാവാൻ പറ്റില്ല. അമ്മയ്ക്കത് ഉറപ്പാ. അതെന്റെ മനസ്സിനെ കൂടി എനിക്ക് ബോധ്യപ്പെടുത്തണം അമ്മേ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് ഞാൻ ആരായിരുന്നു എന്നറിയണം. എന്നുവെച്ചാ അമ്മയിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടതിന് ശേഷം എന്തായിരുന്നു എന്റെ ജീവിതം എന്നൊക്കെ എനിക്ക് അറിഞ്ഞേ മതിയാവും. എന്നാ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ഉത്തരം കിട്ടൂ. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ആ കാലത്തെ ആളുകളെ നിനക്ക് ഓർമ്മയില്ലാത്തിടത്തോളം കാലം എന്തറിഞ്ഞാൽ എന്താ മോളെ? എന്തായാലും അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ. നീ വന്ന് എന്തേലും കഴിക്കും. വാ മോളെ, പട്ടിണി ഇരിക്കരുത്. പ്രത്യേകിച്ച് ഈ സമയത്ത്. മോള് വന്ന് കഴിക്കും. വാ. ഈ നട്ടുച്ചയ്ക്ക് വെള്ളമല്ലാതെ പാടാ. ഇവളുമാർക്ക് ഇതിൽ ഇത്തിരി വെള്ളം മറച്ചു വെച്ചൂടെ? അയ്യോ മോളെ, മോളെ
കൊള്ളാലോ. വേലി ചാടി പയ്യന്റെ മോള് മതിൽ ചാടുന്നല്ലേ പ്രമാണം. അത് തെറ്റാൻ ഒരു വഴിയില്ല, ഉറപ്പാ. ലക്ഷണം കണ്ടിട്ട് ഇത് അത് തന്നെയാ അല്ലേ? കഴിഞ്ഞത് മുഴുവൻ മറന്നു അഭിനയിച്ച പിഴച്ചു പറ്റതിന്റെ തന്തയാരാണെന്ന് പറയണ്ടല്ലോ അല്ലേ? ഇവളെങ്ങനെയായാലും നിങ്ങൾക്കൊന്നുമില്ലല്ലോ. എന്റെ മകളല്ലേ, ഞാൻ നോക്കിക്കോളാം. നീ നോക്കിക്കോ. ഒളിച്ചും പാത്തും പെറ്റ് നല്ല ശീലമാണല്ലോ നിനക്ക്. മകളും ആ വഴിയാണെങ്കി നീ തന്നെ നോക്കിക്കോ. എന്നിട്ട് ആ കൊച്ചിനെ എങ്ങോട്ടെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്. എന്നിട്ട് എന്നെ പോലെ ഏതെങ്കിലും ഒരുത്തിന്റെ തലയില് മോളെ കെട്ടിവെക്കുകയും ചെയ്യും. കാണിച്ചു കുടിപ്പിക്കാനേ സ്വത്തുവകളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അതാർക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അത് ഈ അരവിന്ദൻ തന്നെയാ പറയുന്നേ. വെറുതെ ഒച്ച വെച്ച ആളുകളെ അറിയിക്കരുത്. എന്റെ മോക്ക് ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ എനിക്കെന്താടി? പിന്നെ ഇത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അല്ല പിന്നെ മോളെ, എന്താ ഇത്? അമ്മേ, എന്താ അമ്മ ഭക്ഷണം കഴിക്കാത്തെ? കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് കനകേച്ചി പറഞ്ഞല്ലോ. എന്റെ അമ്മ മരുന്ന് കഴിക്കാനുള്ളതല്ലേ, ഒന്ന് കഴിക്കേ. എല്ലാവരും എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. അമ്മ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെ പോവാനാ? ഞാനിങ്ങനെ കിടക്കരുതെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്നോട് ഇങ്ങനെ ആരും പെരുമാറില്ലായിരുന്നു. അമ്മയോട് ഞങ്ങൾ എങ്ങനെ പെരുമാറിയെന്നാ? ഒരമ്മയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അവരുടെ മക്കളെ അവരിൽ നിന്ന് അകറ്റുക എന്നുള്ളതാ. അമ്മേ, അതിന് ഞാനായിട്ട് അമ്മയുടെ മക്കളെ അകറ്റിയോ? മധു സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. അങ്ങനെ പോകാനുള്ള അവസരം ഉണ്ടാക്കിയത് നീയല്ലേ മാധുരി? അങ്ങനെയല്ലേ നീ അവളോട് സംസാരിച്ചത്? അമ്മേ, ആ സ്വർണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് അവള് നമ്മളോടൊന്നും മിണ്ടിയോ? എന്തൊക്കെ പ്രശ്നങ്ങളാ അമ്മേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്? എന്ത് പ്രശ്നം ഉണ്ടായാലും സ്വർണ്ണം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാവരും ചേർന്ന് കണ്ടെത്തി, അതോടെ തീർന്നു. അതിന് അവളെ ഇറക്കി വിടുകയാണോ വേണ്ടത്? അമ്മ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ അവളെ ഇവിടുന്ന് ചൂലെടുത്ത് അടിച്ചിറക്കി വിട്ടതാണെന്ന്. ഇതിലും ഭേദം അതായിരുന്നു. അമ്മേ, അവളാണ് നിന്റെ മോനെ മരുമോളെ കൊല്ലാൻ നോക്കിയെന്ന് വരെ നീ പറഞ്ഞില്ലേ മാധുരി? അത് കേട്ടപ്പോഴാണ് അവൾ ആകെ തകർന്നു പോയത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ അവള് തീരുമാനിച്ചതും അത് കേട്ടപ്പോഴാ. ഓഹോ, അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കുറ്റം. അമ്മയുടെ മോൾ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? അവൾ എന്ത് ചെയ്തു? തറയിൽ എണ്ണ ഒഴിച്ച് പൂജയെ വീഴ്ത്താൻ നോക്കിയപ്പോഴാണ് ഞാൻ വീണെന്ന് പറഞ്ഞു. ശരി, അവൾ എണ്ണ ഒഴിക്കുന്ന ആരെങ്കിലും കണ്ടോ? കണ്ടില്ലല്ലോ. കുപ്പിയുമായി അടുക്കളയിലേക്ക് വരുന്നത് കണ്ടു എന്ന കാരണം പറഞ്ഞല്ലേ ആ കുറ്റം അവളുടെ മേലിൽ ചാർത്തിയത്. അമ്മേ, അതൊക്കെ ഞാൻ മാത്രമാണോ പറഞ്ഞത്? അമ്മ അവളെ കുറെ ചീത്ത പറഞ്ഞില്ലേ? ഞാൻ ചീത്ത പറയും, എന്റെ മക്കളോട് ഞാൻ എന്തും പറയും. പക്ഷെ ഞാനത് പിന്നീട് ഉള്ളിൽ വെച്ചോണ്ട് പെരുമാറില്ല മാധുരി. അപ്പോ ഞാൻ പക വെച്ചാണ് ഇവിടെ പെരുമാറുന്നതെന്ന് അല്ലേ അമ്മേ? അമ്മേ, അങ്ങനെ പക വെച്ച് പെരുമാറുന്നവളായിരുന്നെങ്കിലേ എന്റെ മക്കളോട് കാണിച്ചതിന് പകരം ഞാൻ എന്നെ വീട്ടണമായിരുന്നു. അമ്മയുടെ മകളത് താങ്ങില്ലായിരുന്നു. അവള് കാരണം എന്റെ 2 മക്കളും എന്റെ കൺമുന്നിൽ കിടന്ന വഴക്കുണ്ടാക്കിയത്. എന്റെ മരുമക്കളെ പലതവണ പല രീതിയിൽ അവള് ദ്രോഹിച്ചിട്ടുണ്ട്. എന്റെ മോനിനി ഒരിക്കലും ഈ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് അവള് കാരണം തന്നെയാ. അപ്പോ അതൊന്നും അമ്മയ്ക്കൊരു പ്രശ്നമേ അല്ല അല്ലേ? എന്നിട്ട് അവളും അവളുടെ ഭർത്താവും കൂടി കാണിച്ച കള്ളത്തരം എല്ലാവരുടെ മുന്നിലും വെച്ച് പിടിക്കപ്പെട്ടപ്പോ അത് ചോദ്യം ചെയ്ത് ഞാൻ തെറ്റുകാരി അല്ലേ അമ്മേ? ഇവിടെ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് പേടിച്ച് തന്ത്രപൂർവ്വം ഇറങ്ങിപ്പോയ അവളിപ്പോ പുണ്യവതി.